Hi everyone, I am Swati, Calicut Medical College third year MBA student. I am Alekya, Dr.JP'S classes student. This is 2025 NEET cut-off mark expect. So, we Alekya NEET important. Alekya, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീറ്റിന് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. രണ്ട് രീതിക്കുള്ള ടൈം മാനേജ്മെൻറ്റ് ഉണ്ട്. ഒന്ന് എക്സാം എഴുതുന്ന സമയത്തും രണ്ടാമത്തേത് നമ്മൾ ഒരു ദിവസം പഠിക്കുന്ന സമയത്തുള്ള ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ പലപ്പോഴും ഒരു കുട്ടി നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത് രണ്ടും മാനേജ് ചെയ്യണം. അതായത് എക്സാം എഴുതുമ്പോഴും പഠിക്കുന്ന സമയത്തും ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അലേഖയ്ക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫൈനൽ നീറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കും, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ അലേഖയ്ക്ക് ആ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ കൂടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻസൈറ്റ്സ് കിട്ടില്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മളത് ഓക്കെ ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ എന്താണ് അലേഖയ്ക്ക് നീറ്റ് ആസ്പിറൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ടൈം മാനേജ് ചെയ്യാൻ? സത്യം പറഞ്ഞാൽ ഒരു നീറ്റിൻ്റെ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ടൈം മാനേജ്മെൻറ്റ്. അതിപ്പോൾ നമ്മൾ സ്റ്റഡീസിൻ്റെ ടൈമിലായാലും അതുപോലെ എക്സാം ടൈമിലായാലും ഇപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനും കുറച്ച് ടൈം ഡിവൈഡ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ബയോളജി ഈസിയാണ്, അപ്പോൾ എനിക്കത് കുറച്ച് സമയം മതി. എൻ്റെ വീക്ക് ഫിസിക്സാണ്, അപ്പോൾ കൂടുതലായിട്ട് ടൈം ഞാൻ കൊടുക്കുന്നത് ഫിസിക്സിന് തന്നെയാണ്. ഫിസിക്സിൽ എനിക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു വീക്ക്നെസ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയത്. അതായത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതിന് നമ്മൾ കൂടുതൽ ടൈം പ്ലസ് നമ്മൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ടൈം. ഇപ്പോൾ ചിലർക്ക് രാവിലെ എണീച്ച് പഠിക്കുമ്പോഴായിരിക്കും നല്ലോണം പഠിക്കാൻ പറ്റുക. അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനം പഠിക്കാം. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഫിസിക്സ് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, ബയോളജി കെമിസ്ട്രിയിലെ ചില ചാപ്റ്റേഴ്സൊക്കെ ആയിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഉച്ച സമയത്താണ് ഫിസിക്സ് പഠിക്കുക. കാരണം ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിപ്പോകാണ്ടിരിക്കാൻ ഫിസിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ പഠിത്തത്തിൽ നമ്മുടെ വീക്ക് പോയിന്റ്സ് ഏതാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ടൈം ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ എക്സാമിൻ്റെ ടൈമിലാണ്. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്യുക ബയോളജി ആയിരിക്കും. അപ്പോൾ അതൊരു 40 അല്ലെങ്കിൽ 30 മിനിറ്റ്സിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കെമിസ്ട്രിയിലെടുക്കും. ബാക്കി ഫുൾ ടൈം ഞാൻ ഫിസിക്സിലോട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് അപ്പോൾ അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കൂടുതൽ സമയം ആലോചിച്ച് ഞാൻ ആൻസർ ചെയ്യാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്തവണത്തെ നീറ്റ് 2025 കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നൊക്കെ കേട്ടു. സുവോളജി ഒക്കെ കുറേ ടൈം എടുത്തു. അപ്പോൾ ഇത്തവണ 35 മിനിറ്റ്സിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റിയോ? ഇല്ല, എനിക്കൊരു 45 മിനിറ്റ്സ് എടുത്തു 45 മിനിറ്റ്സിൽ ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പം ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ചെയ്തില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ബാക്കി വെച്ചിട്ട് പിന്നീട് ഞാൻ ബാക്കിയുള്ള സബ്ജക്റ്റിലോട്ട് പോയത്. ഓക്കെ. അപ്പോൾ എനിക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, എപ്പോഴും നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് 2 റൗണ്ടിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് ഇതുപോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ ചെയ്തു പോവാം. ഇനി ഭയങ്കര ടൈം എടുക്കുന്നതോ നമുക്ക് തീരെ മനസ്സിലാവാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു റൗണ്ടോ ടിക്ക് മാർക്ക് എന്തെങ്കിലും നമ്മൾ അടുത്ത റൗണ്ടിൽ ചെയ്യണം എന്നുള്ളൊരു മാർക്ക് ഇട്ടിട്ട് പോവാം. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സെക്കൻഡ് റൗണ്ടിൽ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ഓർ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് ഓൾമോസ്റ്റ് എല്ലാ നീറ്റ് ആസ്പിറൻസും അത്യാവശ്യം പഠിച്ച് വരുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ 2 റൗണ്ടിലായിട്ട് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ മോള് പറഞ്ഞല്ലോ ഫിസിക്സ് കുറച്ചൊരു വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു, ബാക്കി രണ്ടും കുഴപ്പമില്ല, സ്ട്രോങ് ആയിരുന്നു. പലർക്കും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നൊരു 80% കുട്ടികൾക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരിക്കും. ഇപ്പോൾ അലേഖ്യ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായത്, ഈവൻ ദോ ഫിസിക്സ് വീക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ബയോളജിയും കെമിസ്ട്രിയും സ്ട്രെങ്തൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ കുറച്ച് എക്സ്ട്രാ ടൈം ഫിസിക്സിന് കണ്ടുപിടിച്ചിട്ട് ഫിസിക്സും എത്രത്തോളം ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും എഫേർട്ടും കിട്ടും. അപ്പോൾ പല കുട്ടികളും ഇപ്പം +2 കഴിഞ്ഞിട്ട് നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുന്ന കുട്ടികളും മാത്സ് ഒക്കെ ഡിഫിക്കൽട്ടാണ്, ഇപ്പോൾ ഫിസിക്സ് ഡിഫിക്കൽട്ടായിരിക്കുമോ, ഇങ്ങനെ ഇപ്പോൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെയാണെങ്കിൽ ഫിസിക്സ് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് അലേഖയ്ക്ക് എന്താ പറയാനുള്ളത് ഫ്രം ദി എക്സ്പീരിയൻസസ്? ഫസ്റ്റ് നമ്മൾ തിയറി ആദ്യം കംപ്ലീറ്റ് ആയിട്ട് നോക്കി വെക്കുക, എന്നിട്ടാണ് ഞാൻ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവുക. അപ്പോൾ അതിൽ NCERT ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ NCERTയിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് അതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ആ ഒരു ചാപ്റ്റർ എന്നുള്ളത്.
അങ്ങനെയൊക്കെയാണ് ഞാനതിൽ ഇമ്പ്രൂവ് ആയത്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫോർമുലാസൊക്കെ ഡെയിലി റിവൈസ് ചെയ്യും. അങ്ങനെ എനിക്ക് ഓക്കെ. അപ്പോൾ നല്ലോണം ക്വസ്റ്റ്യൻസ് ചെയ്യണം. നീറ്റിൻ്റെ കേസിൽ ഫിസിക്സ് പഠിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയ്ക്കും നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ്സ് ക്ലിയർ ആവും. അതായത് നമ്മൾ ക്ലാസ്സിലിരുന്ന് കുറേ തിയറി നോളജൊക്കെ കിട്ടുന്നുണ്ട്, അത് ക്ലാസ് കഴിഞ്ഞിട്ട് ആ തിയറിയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അലേക്യ പറഞ്ഞതുപോലെ ഒന്ന് വേഗത്തിൽ അതൊക്കെ ഒന്ന് തിയറി ഒന്ന് റിവൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റാർട്ട് ഡൂയിങ് ക്വസ്റ്റ്യൻസ് അല്ലേ. എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നോ അത്രയും മാർക്ക് നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ അലേക്യ എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ Dr.JP'S ക്ലാസ്സസിലാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസസ്, ഇവിടുത്തെ ഡയറക്ടർ, ഇവിടുത്തെ ക്ലാസ്സസ്, എക്സാം സീരീസ്? അപ്പം ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്ന 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ: JP സാറ്, എക്സാം സീരീസ്, ക്ലാസ്സസ്, ദ ഫാക്കൽറ്റീസ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല JP സാർ ഞങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് എല്ലാവരുമായിട്ടും, എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരും. ഒരു സാർ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്റ്റൻസ് ഒന്നുമില്ല, നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സാറിനോട് കുറച്ച് നേരം സംസാരിച്ചാൽ മതി, എല്ലാം അവിടെ കഴിഞ്ഞോളും. ഇവിടെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എക്സാം സീരീസാണ്. അതൊരു ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ഞങ്ങൾക്ക് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് വെച്ചിട്ടാണ് ആ ഒരു എക്സാമൊക്കെ നടന്നത്. ശരിക്കും പറഞ്ഞാൽ തീരെ ടൈമില്ല എന്നൊക്കെ തോന്നും, പക്ഷെ നല്ലൊരു എക്സാം ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആകെ ഒരു ദിവസം ഗ്യാപ്പ് വന്നിട്ടായിരുന്നു ആ ഒരു സീരീസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പല കുട്ടികളും ആദ്യം പറയും ഇത് നടക്കൂല, പറ്റുന്നില്ല, ഒരു ദിവസം കൊണ്ട് കുറേ ചാപ്റ്റർ പഠിക്കാമെന്ന്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ഒരു നല്ലൊരു സൈഡ് നമുക്ക് മനസ്സിലായിട്ട് വന്നത്. പിന്നെ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് 3 ദിവസം ലീവ് തന്നിട്ട് എക്സാം നടത്തി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 ദിവസത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് തിയറി ഒക്കെ മാറ്റി വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ല മാർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മോഡൽ എക്സാംസിന് ഡിഫറെൻറ്റ് ലെവൽസിൽ. അപ്പോൾ ഭയങ്കര ടഫായിട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കര കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ വരുമോ നീറ്റിന്, അങ്ങനെയുള്ള ഡൗട്ടായി. അപ്പോൾ പല കുട്ടികളും ആദ്യമൊക്കെ പറയും ഫുള്ള് കംപ്ലയിൻ്റ് ഇല്ല, പിന്നെ എല്ലാ ലെവലും ചെയ്തു. അതായത് നമ്മൾ നീറ്റ് എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാ ലെവലിലുള്ള എക്സാംസും നമ്മൾ എഴുതി പ്രിപ്പയർ ആക്കുക. ആ ഒരു ലക്ഷ്യത്തിലായിരിക്കും അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാ ലെവലിലും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് എപ്പോഴും ഈസി ലെവൽ ചെയ്തിട്ടല്ല ഞങ്ങൾ നീറ്റിന് പോയത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഞങ്ങൾ പാനിക് ആയിട്ടില്ല. നല്ല കാര്യം. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം അലക്യയായിട്ട് സംസാരിച്ചതിന്. ഇനി റിസൾട്ട് വന്ന് അലോട്ട്മെൻ്റ് ഒക്കെ തുടങ്ങുമ്പം ഒരു ഡ്രീം കോളേജിൽ തന്നെ കയറാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ അലക്യ സംസാരിക്കുന്നത് കേട്ടപ്പം 2026 അല്ലെങ്കിൽ 2027 നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക, ഡ്രീം കോളേജിൽ എത്താൻ പറ്റട്ടെ.